ബൈനോക്കുലർ ടോക്സിൻ്റെ ഇന്നത്തെ യാത്രയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ പോകുന്നതേ ഒരു അടിപൊളി സ്ഥലമാണ്. അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ കുറേ ഭാഗങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതെങ്ങനെ കണ്ടതെന്ന് ഞങ്ങൾ പിന്നെ പറയാം. ഞങ്ങളതിനൊരു ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അപ്പം നിങ്ങൾക്കറിയാമല്ലോ ഏകദേശം ഞങ്ങൾ എവിടെ പോയെന്ന്. ഇത് കുമളി വന്നിട്ട്, അതായത് ഇടുക്കി ജില്ലയിൽ കുമളി വന്നിട്ട്, കുമളിയിൽ നിന്ന് ആനവിലാസം വന്നിട്ട് അവിടുന്ന് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അതായത് ആനവിലാസം, കല്ലുമേട്, കുരിശുമല. ഇനി അങ്ങനെ പോകണ്ടാത്തവർക്കും ചെങ്കര വന്നിട്ട് വരാം. ചെങ്കര നിങ്ങൾ പോയിട്ടുണ്ടോ? ചെങ്കര എന്നൊരു സ്ഥലമുണ്ട്. അതായത് ഇവിടെ വന്ന് നമ്മൾ ഏത് ഗൂഗിൾ മാപ്പിൽ അടിച്ചു പോയെങ്കിൽ നമുക്ക് ചെങ്കരയും ആനവിലാസം ഒക്കെ കാണിക്കും. ഇതാണ് ആനവിലാസം, കല്ലുമേട്, കുരിശുമല എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ, ശരിക്കും വന്നു കഴിഞ്ഞാൽ ഇവിടെ മഞ്ഞൊക്കെ നല്ല വീട്, നല്ല കമ്പിളി പുതപ്പ് പോലെ മഞ്ഞ് മലയ്ക്ക് താഴെ വീണ് കിടക്കുന്ന സ്ഥലമാണ്. നമ്മൾ വന്നപ്പോൾ മഴയായിരുന്നു. നമ്മൾ എന്തിനാ വന്ന് ഇവിടെ സ്റ്റേ ചെയ്തു. നമ്മുടെ ആനവിലാസം വന്ന് അവിടെ സ്റ്റേ ചെയ്തു. അവിടെ നിന്ന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് കംപ്ലീറ്റ് മഴയായിരുന്നു. അതുകൊണ്ട് മഞ്ഞ് നമുക്ക് അങ്ങനെ കമ്പിളി പോലൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇത് പഞ്ചായത്തിൻ്റെ ആണെന്നാണ് പറഞ്ഞത് കേട്ടോ. പഞ്ചായത്ത്, അതായത് ഇതിന് ചുറ്റും ഇപ്പം നമ്മളങ്ങോട്ട് നടക്കുമ്പോൾ കാണാം. ഈ നടക്കുന്നിടത്തൊക്കെ ഈ മറ്റേ ഇതാണ് ചുടുകാടുകൾ എന്ന് വെച്ചാൽ ശവം അടക്കണ സ്ഥലങ്ങൾ. ഇവിടെ പിന്നെ ഓഫ് റോഡിങ്ങിനായിട്ട് പിള്ളേർ സെറ്റൊക്കെ ബൈക്കൊക്കെ ആയിട്ട് കയറി വരുന്നൊക്കെ ഉണ്ട്. പിന്നെ അത്യാവശ്യം ടൂറിസ്റ്റ് എല്ലാം വരുന്നുണ്ട്. പക്ഷേ ഇത് രാവിലെ വൈകിട്ട് നല്ല മനോഹരമായ സ്ഥലമാണ്. നല്ല മനോഹരമായിട്ട് മഞ്ഞിങ്ങനെ നമുക്ക് താഴെ വീണ് കിടക്കും. പിന്നെ ഇത് നമ്മൾ കാണുന്ന വാച്ച് ടവർ, അത് പഞ്ചായത്ത് പണിതേക്കുന്നതാണ്, പഞ്ചായത്തിൻ്റെയാണ്. പിന്നെ അവിടെ ഈ സെക്യൂരിറ്റി കാര്യങ്ങളൊന്നുമില്ല. നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ സാധാ പോലെ. ഇത് നമ്മുടെ നാട്ടിലെ എല്ലാ ടൂറിസ്റ്റ് സ്ഥലങ്ങളുടെയും മെയിൻ ഒരു പ്രത്യേകത. അതായത് കുപ്പിയൊക്കെ അടിച്ച് പൊട്ടിച്ച് നശിപ്പിച്ച് നാശക്കോടാലയാക്കി അതിൽ ചെയ്യാവുന്നതിൻ്റെ മാക്സിമം വൃത്തികേടുകൾ ചെയ്യുക എന്നാണ് നമ്മുടെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലെ എല്ലാ മനുഷ്യൻ്റെ ഉത്തരവാദിത്വം. വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന ഒരു പരിപാടിയേ ഇല്ല. അവിടെ അങ്ങനെ പ്രതീക്ഷിച്ച് പഞ്ചായത്തിൻ്റെയൊക്കെ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നിയന്ത്രണത്തിലല്ല, അല്ല അവിടെ ചെക്കിങ്ങിന് സെക്യൂരിറ്റിയോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ലാത്തതൊന്നും ഈ വൃത്തിയൊന്നും പ്രതീക്ഷിച്ച് പോകല്. കാരണം വെച്ചാൽ ഇതിൻ്റെയൊക്കെ താഴെയെല്ലാം അട്ടിച്ച് നശിപ്പിച്ച് നാശക്കൊള്ളിട്ടേക്കോ. അതിൻ്റെ മേളിൽ കയറി കഴിയുമ്പോൾ കാണുന്നത് ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി കാണുന്ന കേട്ടോ. അവിടെ നമ്മളങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്നത് കേട്ടോ. രാത്രിയിലൊക്കെ ആണെങ്കിൽ അതൊക്കെ കാണാൻ പറ്റും. അതങ്ങോട്ട് ഇറങ്ങുന്നതൊക്കെ അടച്ചു വെച്ചേക്കുക. ഈ മഞ്ഞൊക്കെ നല്ല കമ്പിളി പോലെ വീണ് കിടക്കുന്ന, താഴെ ഇങ്ങനെ നിരന്ന് വീണ് കിടന്ന, അതിൻ്റെ മേളിൽ കൂടെ സൂര്യനൊക്കെ ഉദിച്ച് വരുന്ന സീനൊക്കെ ഉള്ള സ്ഥലമാണ്. പക്ഷേ നമ്മൾ വന്ന് നമ്മുടെ സമയം മോശമായിരുന്നു. അതുപോലെ നല്ല തലേദിവസം എല്ലാം നല്ല മഴയായിരുന്നു. അതുകൊണ്ട് നമുക്ക് അത്ര ക്ലിയറായിട്ട് കിട്ടിയില്ല. ഇത് താഴെ എന്തോ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലൊരു വലിയൊരു കുളമാണ്. വലിയൊന്നും സാമാന്യം വലിപ്പെട്ട കുളമാണ് കേട്ടോ. നമ്മൾ നടന്ന് പുല്ലുമേട്ട വന്നില്ലേ, പുല്ലുമേട്ട നമ്മൾ നടന്ന് ടവറിനെ കൊണ്ടൊന്ന് വന്ന വഴിയാണ് ഈ കാണുന്നത് കേട്ടോ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നടക്കുമ്പോഴത്തേനും ഇത് ഒരു മറ്റേ കുരിശടി, അതായത് മറ്റേ ഈ കുരിശുമല കയറാനൊക്കെ ഉപയോഗിക്കണില്ലേ, കുരിശുമല കയറാൻ സ്പോട്ടൊക്കെ വെച്ചെങ്കിലേ അതേ ഒരു സംഭവമാണ്. അതായത് കല്ലിൻ്റെ മോഡലിൽ കോൺക്രീറ്റൊക്കെ വാർത്ത് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുക. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, വളരെ സൂക്ഷിച്ച് വേണം പോകാൻ. ഇതിൻ്റെ ഒരു കാരണവശാലും ഇതിൻ്റെ അപകടമായ ഒരു രീതിയിലും നമ്മൾ പോയിട്ടില്ല. നമ്മൾ ഇത്തിരി മാറി നിന്നാണ് എടുക്കണേ. ഇതിങ്ങനെ ഫോട്ടോ എടുക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കില്ല, അല്ലെങ്കിൽ ഞങ്ങൾ അതിൻ്റെ അറ്റത്ത് പോയി എടുക്കുന്നത്. അന്നേരം നിങ്ങളോട് പറയുമെന്ന് ഒരിക്കലും വിചാരിക്കില്ല. പോകുന്നവർ വളരെ സൂക്ഷിച്ച് പോകണം. കാരണം അവിടെ നിന്നൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല ചെങ്കുത്തായ മലയാണ്. ജസ്റ്റ് നമ്മളൊരു 10 അടി താഴ്ത്ത് വീണെന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ പറ്റും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് പിള്ളേരൊക്കെ ആയിട്ട് വരുമ്പം പോകണം. പിന്നെ നമ്മളത് അങ്ങനെ വീഡിയോ എടുത്തെന്ന് പറഞ്ഞ് നാളെ പറയില്ല കേട്ടോ. ആ താഴെ കാണുന്ന സ്ഥലം എന്ന് ചെങ്കര കേട്ടോ, ഒരു ചന്ദ്രക്കല പോലെ വളഞ്ഞു കിടക്കണേ. ആ ചെങ്കര നമ്മൾ ഇറങ്ങി പോകുന്നുണ്ട്. ചെങ്കര ഇവിടുന്ന് താഴെ നമ്മൾ നല്ലൊരു ഇറക്കമാണ്. അത് ഇറങ്ങി പോകുന്ന വഴി വേറെ കാണിക്കാം, നമ്മൾ പോകുന്നുണ്ട്. ഇന്ന് നമ്മൾ ആ താഴെ കാണിച്ചൊരു പാറ ഉണ്ടല്ലോ, ആ പാറയിട്ട് പോകട്ടോ. അതുകൊണ്ട് ഇത് കണ്ടല്ലോ, ഇത് കുറേ ചിറ്റീന്ത് സാധനങ്ങൾ അങ്ങനെയൊക്കെ നിൽപ്പുണ്ട്. ചിറ്റീന്തൊക്കെ കഴിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. പണ്ട് ചിറ്റീന്തിൻ്റെ കിഴങ്ങൊക്കെ മറ്റേ മാന്തി എടുത്ത് കഴിച്ചെന്ന് പറഞ്ഞ് നമ്മുടെയൊക്കെ വീട്ടിലുള്ള ആൾക്കാർ പറയുന്നുണ്ട്. അതുകൊണ്ട് ചിറ്റീന്തൊക്കെ കഴിച്ചവർക്ക് നല്ല ഓർമ്മയാണ്. ചൂലൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധനം. ഇതേ അപകടം പറഞ്ഞ് ഞാൻ ആ പാറയുടെ തുഞ്ചത്തല്ല ഇരിക്കണം കേട്ടോ. ഞാൻ ഇരിക്കുന്നിടത്ത് താഴത്ത് ഒരു 3 അടി താഴ്ചയിൽ, നല്ല 4 അടി താഴ്ചയിൽ ഒരു പാറയുണ്ട്. അതിൻ്റെ അപ്പുറത്തായിരിക്കണേ. ഇതിൻ്റെ ഡേഞ്ചർ പാറ എന്ന് പറഞ്ഞ് തൊട്ടപ്പുറത്ത് കാണുന്നതാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച്, അല്ല ഈ പാറയിൽ ഇത് നമ്മൾ പറഞ്ഞ് ഈ പാറ കയറി നിങ്ങൾ പറയരുത്. അതുകൊണ്ട് അപ്പുറത്തെ പാറയിൽ നിന്ന് പോയി കയറി ഇരിക്കരുത്. മനുഷ്യൻ്റെ കാര്യമാണ്. നമുക്ക് എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ അപകടത്തിലോട്ട് പോകും. അതുകൊണ്ട് അതൊക്കെ വളരെ സൂക്ഷിച്ച് കേട്ടോ. മഞ്ഞ് പറഞ്ഞു വന്നില്ല, അല്ല പുട്ടിനകത്ത് നിന്ന് ആവി പോകുന്നതല്ല മഞ്ഞ് വരുന്നത്. അപ്പോൾ നമ്മളിത് കാണിക്കാൻ കൊണ്ടുവന്ന ആൾ അപ്പണി, അവനെ ക്യാമറ മുന്നിൽ വിളിച്ചിട്ട് അവൻ വന്നില്ല. അവൻ്റെ കയ്യിൽ കുറേ ഫോട്ടോ ഇരിപ്പുണ്ട് മഞ്ഞിങ്ങനെ വീണ് കിടക്കണം കേട്ടോ. സൂപ്പറായിട്ടാണ് വീണ് കിടക്കണേ. നല്ല സൂപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ. അതുപോലെ മീശപ്പുലിമല പോയാൽ അങ്ങനെ ഇരിക്കും. മീശപ്പുലിമലയാണ്. അപ്പോൾ വേണേൽ നമുക്ക് കുമ്പളിയിലെ മീശപ്പുലിമലയിൽ നിന്ന് വേണേൽ ചെങ്കരെ വിളിക്കാം, അല്ല അവിടെ പുല്ലുമേടിനെ വിളിക്കാം.
ചെങ്കര താഴെയാണ് ചേട്ടാ. ചെങ്കര പറഞ്ഞോളൂന്നുണ്ടോ പെട്ടെന്ന് ചെങ്കര വായിക്കാതെ കയറി വന്നേ. ആ താഴെ കാണുന്നതാണ് ചെങ്കര ഉണ്ടല്ലോ. ഇത് നമ്മളിങ്ങോട്ട് കയറ്റം കയറിയേ വന്നേ, ആനവിലാസത്തിൽ നിന്ന് കയറിയേ വന്നേ. ഇനി നമ്മൾ ചെങ്കരയ്ക്ക് ഇറക്കം ഇറങ്ങി പോകണം. ഇറക്കം ഇറങ്ങി നല്ലൊരു ഇറക്കമാണ്. നമ്മൾ വന്ന രഥമാണ് കിടക്കുന്നത് കേട്ടോ. അവിടെ എക്കോ സ്പോട്ട് പുലി കേട്ടോ. അവന് 2 വീൽ ഡ്രൈവേ ഉള്ളൂ, എന്നാലും അവൻ അത്യാവശ്യം പണിയെടുക്കും. ഇതിനായി ഇറക്കും കേട്ടോ. 2 സൈഡും ഏലത്തോട്ടങ്ങളാണ്. പിന്നെ മേളിലൊക്കെ ഇതിൻ്റെ സൈഡുകളിലും മേളിലും ഒക്കെ ആയിട്ട് കുറച്ച് റിസോർട്ടുകൾ ഇപ്പോൾ പണിത് വരുന്നുണ്ട്. ഞങ്ങളിപ്പോൾ വരുന്ന സമയം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു 6:30 രാവിലെ ഒരു 6:30 സമയമാണ്. റോഡ് നല്ല ദൂരമുണ്ട് കേട്ടോ. റോഡ് കുറേ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും. അതുകൊണ്ടാണ് റോഡ് ഒത്തിരി കാണിച്ചു കഴിഞ്ഞാൽ ഇത് ബോറല്ലേ. ഇതാണ് ചെങ്കര സിറ്റി. ചെങ്കര സിറ്റി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പയർ ഇങ്ങനെ ഇരിക്കും. പയർ അല്ലെങ്കിൽ ഒരു ബീൻസ് വളഞ്ഞിട്ട് ബീൻസിൻ്റെ അകത്തൊരു വൈ പോലെ ഇങ്ങനെ ഇരിക്കും. ഒരു ബീൻസ് ഇങ്ങനെ വളച്ച് വെച്ച് അതേക്കൂടെ ചേർത്ത് വെച്ചൊരു വൈ പോലെ അങ്ങനത്തെ ഒരു കുഞ്ഞ് സിറ്റിയാണ്. ആ വഴി എങ്ങനെ കിടക്കുന്നത്, വളരെ വീതി കുറഞ്ഞൊരു കുഞ്ഞ് സ്ഥലം. ഇത് ശരിക്കും പറഞ്ഞാൽ മൂന്നാറിൻ്റെയൊക്കെ ഒരു ഭംഗി കേട്ടോ. ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകണമെന്നറിയോ? ഇനി നമ്മൾ പോണത് ചെങ്കര കഴിഞ്ഞ് നമ്മുടെ ലാലേട്ടൻ്റെ സിനിമയിൽ ഷൂട്ട് ചെയ്തേക്കുന്ന ഒരു സ്ഥലമുണ്ട്, ഒരു പാലമൊക്കെ. ആ പാലമുണ്ട്. പിന്നെ അവിടെ ഒരു ചെക്ക് ഡാമൊക്കെ ഉണ്ട്, അത് കാണാൻ പോവാം. ഇത് മൊത്തം തേയിലക്കട കേട്ടോ. കണ്ടോ, മൂന്നാറിൻ്റെ ഒരു ഭംഗിയാണ്. മൂന്നാർ മഞ്ഞും കൂടെ അങ്ങോട്ട് വീണ് കഴിഞ്ഞാൽ സെയിം മൂന്നാർ. അതുകൊണ്ടോ നിങ്ങൾ ആ താഴേക്കൂടെ വണ്ടി കയറി വരുന്ന കാണുന്നുണ്ടോ? താഴേക്കൂടെ അവിടെ ക്യാമറ അത്ര സൂം ചെയ്യാൻ പോയില്ല. ഇപ്പോൾ ക്യാമറക്കാരൻ ഇവിടെ തേയില കണ്ടപ്പോൾ തേയിലക്കകത്ത് വീണുപോയി. അതുകൊണ്ടാണ് ഇങ്ങനെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിള്ളേരൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കണ്ട് അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ നിർത്തി ഇറങ്ങി കാണാനും പറ്റുന്നില്ല. വലിയ തിരക്കൊന്നുമില്ല, എസ്റ്റേറ്റ് മേഖലയാണ്. അതുകൊണ്ടാണ് ജോലിക്ക് അങ്ങനെ പോണവർ വരുന്നവർ മാത്രം വണ്ടികളല്ലാതെ വേറെ അങ്ങനെ തിരക്കൊന്നുമില്ല. ഇത് നമ്മൾ പറഞ്ഞ പാലം, നമ്മൾ പാലത്തിലോട്ട് തിരിച്ചു വരുന്നുണ്ട്, അത് കണ്ടിട്ടുണ്ടാവും. പക്ഷേ അന്ന് പുള്ളി പോയപ്പം ഈ പാലത്തിന് കൈവരിയില്ലായിരുന്നു. മറ്റേ കറുത്ത കാറിൽ സ്റ്റീഫൻ നെടുമ്പള്ളി പോയപ്പം ഈ പാലത്തിന് കൈവരിയില്ലായിരുന്നു. ഇപ്പോൾ പാലത്തിന് കൈവരിയായി. നമ്മൾ പോകണമെന്ന് വെച്ചാൽ കുറച്ചുകൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 8 ഏക്കർ സ്ഥലമുണ്ട്. അതായത് ചപ്പാത്ത് കുമളി പോകുന്ന റൂട്ടാണ്. ചപ്പാത്ത് കുമളി റൂട്ടൊക്കെ വെച്ചാൽ ചപ്പാത്തി കുമളി പോകുന്ന റൂട്ടാണ്. അവിടെ കൊണ്ട് കുറച്ച് പോകുമ്പോഴത്തേന് 8 ഏക്കർ എന്ന സ്ഥലമുണ്ട്. 8 ഏക്കർ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കൊണ്ട് കഴിഞ്ഞാൽ തേയില തീരുവാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ 8 ഏക്കർ വരെ പോവാം. 8 ഏക്കർ വരെ പോയിട്ട് ഒന്ന് തിരിച്ചു വന്ന് നമുക്ക് ചെക്ക് ഡാം കാണാനും പോവാം. നല്ല ഭംഗിക്ക് നല്ല വൃത്തിയായിട്ട് അടുക്കി കെട്ടി നമ്മൾ ബെഡ്ഷീറ്റ് വിരിച്ചേക്കുന്ന പോലെയാണ് തേയില നിൽക്കുന്നത് കേട്ടോ. ഇതാണ് നമ്മൾ 8 ഏക്കർ. അവിടെ ഒരു 8 ഏക്കർ എന്ന് പറഞ്ഞ സ്ഥലം. അവിടെ ഒരു ക്ഷേത്രമുണ്ട്. എപ്പോഴും തുറക്കുന്നൊന്നുമില്ല തോന്നുന്നു, ദിവസ പൂജയില്ല തോന്നുന്നു, മാസത്തിൽ എന്തോ പൂജയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അവിടെ ആരെയും കണ്ടെന്നുമില്ല. ഇതാണത് 8 ഏക്കർ എന്ന സ്ഥലം ഉണ്ടല്ലോ. ഇത് കഴിഞ്ഞാൽ പിന്നെ കുറച്ചുകൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചപ്പാത്തൊന്നും സ്ഥലത്ത് എത്തുമെന്ന് പറഞ്ഞേ. പിന്നെ അവിടെ ഇത് കഴിഞ്ഞാൽ പിന്നെ വലിയ തേയില അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് പിന്നെ അങ്ങോട്ട് പോയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. കാരണം മൂന്നാറൊക്കെ പോയവരെല്ലാവരും തേയിലയൊക്കെ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ടാവും. തേയിലയുടെയൊക്കെ ഭംഗി നമുക്കറിയാം. പിന്നെ നമുക്ക് ഓരോരോ സ്ഥലങ്ങൾ പറയുള്ളൂ. ഇപ്പോൾ അത്യാവശ്യം വണ്ടി ഓടിക്കാനൊക്കെ ഉള്ള ചില ആൾക്കാർ, നല്ല ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. നല്ല ഇങ്ങനെ ഇതുപോലത്തെ റോഡിൽ കൂടെ വണ്ടി ഓടിക്കുക, അല്ലെങ്കിൽ ഇതുപോലെ റോഡിൽ കൂടെ എവിടെയെങ്കിലും റോഡിൽ കൊണ്ടുപോയി ഭക്ഷണമൊക്കെ പാകം ചെയ്ത് കഴിക്കുക. അങ്ങനെ ഇങ്ങനെ നല്ല സ്ഥലമുള്ള ചെങ്കര ഈ കൊച്ചി ചെക്ക് ഡാം പോലുള്ള സ്ഥലങ്ങളിൽ ഇറങ്ങി കുളിക്കാനും പിള്ളേരെ കുളിപ്പിക്കാനും വലിയ അധികം തിരക്കൊന്നുമില്ലാത്ത സ്ഥലങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഓരോ രീതിയിലല്ലേ മനുഷ്യന് ഓരോ സ്ഥലം ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഇത് കാണിക്കുന്നുള്ളൂ. ഇത് നമ്മുടെ ലാലേട്ടൻ മീശയൊക്കെ പിരിച്ച് കറുത്തക്കാരെ കടന്നുപോയ പാലം. ഇതിൻ്റെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ എസ്റ്റേറ്റ് മേഖലയാണ്. ഈ പാലത്തിൻ്റെ ഇപ്പുറത്ത് നമ്മൾ കുറച്ചുകൂടെ അങ്ങോട്ട് ഇറങ്ങിപ്പോകും. അത് പാലത്തിൻ്റെ പുറകുവശം എസ്റ്റേറ്റ് മേഖല കേട്ടോ. പറഞ്ഞത് മാറിപ്പോയി. ഇത് നമ്മൾ പറഞ്ഞ് ചെക്ക് ഡാം മതി. ഇത് അവിടുത്തെ മോട്ടോർ വരെയും കാര്യങ്ങളും. ഇതൊരു എസ്റ്റേറ്റിനകത്ത് ഹാരിസ മലയാളത്തിൻ്റെ എസ്റ്റേറ്റാണെന്ന് എനിക്ക് തോന്നുന്നത്. ബോഡി ഞങ്ങൾ ശ്രദ്ധിച്ചില്ല. ഇത് ഈ ചെക്ക് ഡാമിനകത്ത് നിന്ന് മറ്റേ തോട്ടങ്ങളിലോട്ട് വെള്ളമൊക്കെ അടിക്കുന്ന സ്ഥലങ്ങളാണ്. ഞങ്ങൾ വന്ന സമയം പറഞ്ഞാലും 6:30. അത് ശ്രദ്ധിച്ചോണേ. അങ്ങോട്ട് പോകുമ്പോൾ അതിനകത്ത് 2 ചെറുക്കന്മാരുണ്ട്. അവന്മാർ രാവിലെ 6:30 ആയപ്പോൾ ചെക്ക് ഡാമിൽ കുളിക്കാൻ വന്നാൽ അവിടെ വായിക്കകത്ത് വെള്ളം ഒഴിച്ചു. പല്ല് വെച്ചിട്ട് വായിക്കകത്ത് വെള്ളം ഒഴിച്ചപ്പോൾ പല്ലണ്ട് കൂട്ടിയിടിക്കായിരുന്നു. അമ്മാർ തണുപ്പായിരുന്നു. അന്നേരം ഞങ്ങൾ 6:30 അവിടെ ചെന്നപ്പോൾ അമ്മാരെ ചെക്ക് ഡാമിൽ നീന്തി കളിക്കുന്നു. നോക്കി അമ്മാരെ അങ്ങോട്ട് ചെല്ലുമ്പോൾ കാണാം. ഇത് സൈഡൊക്കെ ഇടിഞ്ഞിരിക്കും കേട്ടോ. അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ പോകണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡിൽ കൂടെയൊക്കെ വെള്ളം വന്ന് മണ്ണൊലിച്ച് പോയി ഇടിഞ്ഞു പോയതാണെന്ന് തോന്നുന്നു. അങ്ങനെ വെള്ളപ്പൊക്കവും പ്രശ്നങ്ങളൊന്നും വന്നതല്ല. അത്യാവശ്യം ഇതിനകത്ത് വലിയ വെള്ളപ്പൊക്കമൊന്നും വരുന്ന സ്ഥലങ്ങളൊന്നും വരാം. ഇത് എപ്പോൾ വേണമെങ്കിലും ഇവിടെ വരാം, കുളിക്കാം. ഇവിടെ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നൊരു കാര്യം ശ്രദ്ധിക്കുക, ഇത് മൊത്തം തെറ്റിത്തെറിച്ചിരിക്കണം, പായലൊക്കെ പിടിച്ചായിരിക്കണേ. അതുകൊണ്ട് ഈ ഇറങ്ങുമ്പം വളരെ സൂക്ഷിച്ചിറങ്ങണം. അവിടെ നോക്കി
വെളുപ്പാങ്കാലം 6:30 6:45 ആ സമയമായുള്ളൂ. നോക്കിയാൽ രണ്ടാവുമാരെ തണുത്ത വെള്ളത്തിൽ കിടന്ന് ഐസ് പോലെ വെള്ളത്തിൽ കിടന്ന് കുളിക്കുന്നേ. പൊന്നേ, പല്ലിൻ്റെ വേദന എനിക്ക് ഇതുവരെ മാറിയിട്ടില്ല. അവർ കുമിളിന്ന് വന്നതെന്ന് പറഞ്ഞു. അങ്ങോട്ട് നോക്കി അവർ തകർക്കുന്നേ. ദേ ഇതാണ് ആനവിലാസത്ത് വന്നു കഴിഞ്ഞാൽ ഒരു കുരിശുമലയും കാണാം. അതായത് കല്ലുമേട്, ഒരു കുരിശുമലയും പിന്നെ ചെങ്കരി, രണ്ടും അടുത്തടുത്താണ്. അതായത് കുരിശുമല വന്നു കഴിഞ്ഞാൽ അവിടുന്ന് താഴോട്ടിറങ്ങി ചെങ്കര വന്ന് ഈ തേയിലത്തോട്ടങ്ങളും കണ്ട് മഞ്ഞും കണ്ട് ഈ ചെക്ക് ഡാമും കണ്ട നമുക്ക് ഒരു ദിവസത്തെ യാത്ര സുഖമായിട്ട് ആസ്വദിക്കാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നവരാണെന്നെങ്കിൽ റോഡ് സൈഡിലൊക്കെ നിർത്തി ഭക്ഷണം ഉണ്ടാക്കി അങ്ങനെയും പോവാം. പിള്ളേർക്ക് തേയിലക്കാട് കിടക്കുക, ഓടിക്കിടക്കുക. ഇവിടെ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അല്ല, വലിയ കുത്തനെ കൊണ്ട് താഴ്ചയുള്ള തേയിലക്കാടൊന്നുമില്ല. വയസ്സായിട്ട് നമുക്ക് ഇറങ്ങാം. അല്ല, മൂന്നാർ പോലെ വലിയ മലമെടുക്കളൊന്നുമില്ല. തിരിച്ച് നമ്മുടെ വൈ ഇല്ലേ, പയറ് വൈ പോലെ കിടക്കുന്ന സ്ഥലം നമ്മുടെ ചെങ്കര വന്നു. ചെങ്കര വന്നതെന്നറിയോ, ഇപ്പോൾ അവിടെ കൊണ്ട് ആ വീഡിയോ അങ്ങ് അവസാനിപ്പിച്ചാൽ ചെങ്കര വന്നതെന്നറിയോ, നമ്മൾ ഈ കുരിശുമലയുടെ ഒരു കയറ്റം കാണിക്കണം, ഒരു പൊക്കം എങ്ങനെയാണെന്ന് കാണിക്കണം. ഒരു പൊക്കം കാണിക്കാൻ വേണ്ടി നമ്മൾ വന്നാൽ കുരിശുമല എത്ര ദൂരത്തിലായിരിക്കുന്നതെന്നേ ഒന്ന് കാണിക്കാം. അതാണ് ചെങ്കര വന്നു കഴിയുമ്പോഴത്തേനും നമ്മൾ മേളിൽ കുരിശുമല നിന്ന് ചെങ്കര കാണിച്ചു. ഇനിയിപ്പം നമ്മൾ താഴെ ചെങ്കര നിന്ന് കുരിശുമല കാണിക്കാൻ പോകട്ടോ. കാരണം വെച്ചാൽ അത്യാവശ്യം കട്ടറുള്ള റോഡാണ്. അതുകൊണ്ട് വലിയ ആട്ടി എന്നിട്ട് തലയിടിച്ചാട്ടോ. അത്യാവശ്യം കുരിശ് തലയും മുഴിച്ച് അത്യാവശ്യം നല്ല കയറ്റത്താട്ടോ. നമുക്കിനി കാണിക്കാം. കണ്ടോണേ, ഈ ഇപ്പോൾ കാണും, ശ്രദ്ധിച്ചോണം. കുറച്ച് പുറകിൽ വണ്ടി വന്നിട്ടുണ്ട്, അതുകൊണ്ട് സൂം ചെയ്യാനുള്ള സമയമുള്ളൂ. അയ്യോ, കുരിശന്തിയല്ലേ? അകടാ. അപ്പോൾ പാറ മാറിപ്പോയി. ഇതേ ആ സൈഡിലെ കണ്ടല്ലോ, ഒമ്മാതിരി പൊക്കത്തിലാണ് ആ കുരിശുമല ഇരിക്കുന്നത്. അതിൻ്റെ താഴെയാണ് ചെങ്കര ടൗണ്. അപ്പം വരിക, ഇനിയുള്ള യാത്രയിൽ നിങ്ങളെ ക്ഷണിക്കുന്നു. കണ്ടാസ്വദിക്കുക. നന്ദി, നമസ്കാരം.